ഹലോ ക്രിയേറ്റേഴ്സ്, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂട്യൂബിൽ വന്ന 15ഓളം അപ്ഡേറ്റുകളെ കുറിച്ചാണ്. അതായത് ഏപ്രിൽ മാസം യൂട്യൂബിൽ വന്ന ചെറുതും വലുതുമായിട്ടുള്ള 15ഓളം അപ്ഡേറ്റുകൾ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏതെല്ലാമാണ് അപ്ഡേറ്റുകൾ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ ഒന്നാമത്തത് പറയുന്നത് ഗൂഗിൾ ലെൻസ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒരു വാച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വാച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് സ്കാൻ ചെയ്യാനും അത് എവിടുന്ന് വാങ്ങാൻ കിട്ടും, അതിന്റെ റേറ്റ് എത്രയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മാസം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ 15ഓളം അപ്ഡേറ്റുകളാണ് യൂട്യൂബിൽ വന്നിട്ടുള്ളത്. അത് ഏതെല്ലാം കൂടെ ഒന്നുകൂടെ ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ട്രെൻഡിങ് മ്യൂസിക് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ലെയർ വന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ നമുക്ക് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ നിലവിലെ ഷോർട്സ് വീഡിയോസിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ഏതാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള സെപ്പറേറ്റ് ഒരു ലെയർ കൂടെ യൂട്യൂബ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇത് കാരണം നമുക്ക് ഷോർട്ട് വീഡിയോസിന് കൂടുതൽ വ്യൂസിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇമേജ് മ്യൂസിക് എന്നാണ്. അതായത് ഇമേജ് മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി ടൈപ്പിൽ നമ്മൾ പോസ്റ്ററുകൾ ഇടാറുണ്ട്. ഇത്തരം പോസ്റ്ററുകളിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഒരു പോസ്റ്റർ ഇടുകയാണെങ്കിൽ അതിന് മ്യൂസിക് ഒക്കെ നമുക്ക് ചേർക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്നാൽ ഇനി മുതൽ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിലും അത്തരത്തിൽ നമുക്ക് പോസ്റ്റുകൾക്ക് മ്യൂസിക്കുകൾ ചേർക്കാൻ കഴിയും എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടെയാണ്. ഇനി നാലാമത്തത് എന്താണെന്നുള്ളത് നോക്കാം. നാലാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതും കമ്മ്യൂണിറ്റി ടൈപ്പിനെ കുറിച്ചാണ്. വ്യൂസ് ഓൺ ഇമേജ് പോസ്റ്റ് എന്നാണ് പറയുക. അതായത് ഇനി മുതൽ എത്ര പേർ നമ്മുടെ പോസ്റ്റർ കണ്ടു എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അതൊരു വ്യൂസ് ആയിട്ട് അവിടെ കാണിക്കും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇതിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിനെ കുറിച്ച് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഈ 15 അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 15 അപ്ഡേറ്റ് ഞാൻ എടുത്തു പറയാൻ കാരണം. അപ്പോൾ ഇനി ഈ പറയുന്ന പോസ്റ്ററുകൾക്ക് വരുന്ന വ്യൂസ് അത് എത്ര വന്നു എന്നുള്ളത് അവിടെ കാണിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള വ്യൂസുകൾ ഒരിക്കലും നിങ്ങൾ ഷോർട്ട് വ്യൂസിൽ കൂട്ടില്ല. മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് ചേർക്കുന്ന വ്യൂസിൽ ഇത് കൂട്ടില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി അഞ്ചാമത്തത് എന്ന് പറയുന്നത് ഷോർട്ട് സിംഗിൾട്ടൺ ലേഔട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ, വലിയ ഷോർട്ട് വീഡിയോസ് ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ അത് ഔട്ട് ഓഫ് പ്ലേ ആകുന്ന രീതിയിൽ ഒരു മാറ്റം വന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം വലിയ വീഡിയോസ് ഇടുമ്പോൾ മിനിമം ആദ്യത്തെ ഒരു 3 സെക്കൻഡ് വളരെ ആകർഷകരമായിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം എങ്കിൽ മാത്രമേ ആ വീഡിയോസ് കുറച്ച് റീച്ച് കിട്ടൂ എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോ വിശദമായിട്ട് ഇടാം എന്നുള്ളതാണ്. ആറാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് AI സ്ലോപ്പ് സർവ് എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ്. കാരണം ഇതെന്തെന്ന് വെച്ചാൽ വളരെ ലോ എഫേർട്ട് ആയിട്ട്, വളരെ ചെറിയ അധിക പരിശ്രമമൊന്നും ഇല്ലാതെ നമ്മളിപ്പോൾ പിന്നെ ഒരു AI വീഡിയോസ് നമ്മൾ ഉണ്ടാക്കുകയും അത് അത്തരം വീഡിയോസിൽ നിന്ന് മോണിറ്റൈസേഷൻ ക്യാഷുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് വളരെ എഫേർട്ട് കുറച്ചിട്ട് ഒരു പരിശ്രമം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു AI ഓഡിയോസും AI വീഡിയോസും മാത്രം ചേർത്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചേർക്കാതെ ഇത്തരം ലോ എഫേർട്ട് ആയിട്ടുള്ള വീഡിയോസിനെതിരെ കർശനമായിട്ട്, അതിനെതിരെ നമ്മളൊരു കേസ് അന്വേഷിക്കാൻ ഒരു CBI വരുന്നു എന്ന് പറഞ്ഞ പോലെ അതിന് പ്രത്യേകം ഒരു AI സെപ്പറേറ്റ് ആയിട്ട് ഒരു AI അത് കണ്ടെത്താൻ ഒരു AI സപ്പോർട്ടോട് കൂടി ആക്കി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് അത്തരം ലോ എഫേർട്ട് കണ്ടന്റുകളെ ഏപ്രിൽ മാസം ശേഷം ഇടുന്ന എല്ലാ വീഡിയോസും എത്രയും പെട്ടെന്ന് കണ്ടെത്താനും അത്തരം വീഡിയോസുകൾ യൂട്യൂബിൽ നിന്ന് തുടച്ചു നീക്കാനും, അതായത് ടെർമിനേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. മോണിറ്റൈസേഷൻ കട്ട് ചെയ്യാന്നില്ല, ചാനലുകൾ തന്നെ എടുത്തു കളയാനുമുള്ള ഒരു സംവിധാനത്തെയാണ് ഈ പറയുന്ന അപ്ഡേറ്റ് നമുക്ക് പറയുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അക്കൗണ്ട് സ്റ്റാറ്റസ് പേജ് എന്നുള്ളതാണ്. നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒക്കെ കാണാൻ വേണ്ടി നമുക്ക് ഒരുപക്ഷെ നമുക്ക് ക്രോം ബ്രൗസറിലേക്ക് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളെല്ലാം കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, ക്ലൈമുകൾ, പിന്നെ മോണിറ്റൈസേഷൻ സ്റ്റാറ്റസ്, ഇതെല്ലാം ഇപ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റുന്ന രൂപത്തിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാവും. ഒരുപാട് ഓപ്ഷനുകൾ ഇപ്പോൾ പുതുതായി യൂട്യൂബ് തുടങ്ങുന്നവർ അല്ല, പഴയ ആളുകൾക്ക് ഒരു ഓപ്ഷനും ഇല്ലാത്ത സ്ഥലത്ത് ഒരുപാട് ഓപ്ഷനുകൾ ഇപ്പോൾ അവിടെ വന്ന് കിടക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഈ ഏപ്രിൽ മാസം വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് സൈഡ് റെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു എന്നുള്ളതാണ്. ഇത് വലിയൊരു അപ്ഡേറ്റ് അല്ല എങ്കിൽ പോലും നമ്മളിപ്പോൾ ലാപ്ടോപ്പിലൊക്കെ വീഡിയോസ് കാണുന്നവർക്ക് അതിന്റെ ഒരു സൈഡിലായിട്ട് ഇപ്പോൾ നമുക്ക് കമന്റുകളായാലും ഡിസ്ക്രിപ്ഷൻ ആയാലും വായിക്കാൻ വേണ്ടി മറ്റൊരു ലെയർ ഇട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം, ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം കൂടെ ഈ ഏപ്രിൽ മാസം വന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്തെന്ന് നോക്കാം. നിങ്ങളുടെ വീഡിയോയുടെ അടിയിൽ ആസ്ക് സ്റ്റുഡിയോ എന്ന് കാണുന്ന സ്ഥലത്ത് ആ ആസ്ക് സ്റ്റുഡിയോ എന്നുള്ളതിന്റെ സ്റ്റുഡിയോ എന്ന് മാറ്റി ജെമിനി എന്നാക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. ഇപ്പോൾ ആസ്ക് ജെമിനി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ പേര് മാറ്റം വന്നു എന്നുള്ളതാണ്
മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. ടോപ്പ് ഫാൻ ലീഡർ ബോർഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വീഡിയോസിന്റെ സ്ഥിരം കാഴ്ചക്കാരുണ്ടാവും, അവർക്ക് ഒരു പ്രത്യേക ലീഡർഷിപ്പ് നൽകാൻ പോകുന്നു, അതുപോലെ പോയിന്റുകൾ നൽകുന്ന അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഈ ലീഡർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കൂടെ വരുന്നു. സ്ഥിരം പ്രേക്ഷകർക്കായിട്ട് ഒരു ഒരു ലീഡർഷിപ്പ് ബോർഡ് നൽകുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതായത് ആസ്ക് സ്റ്റുഡിയോ ഫീഡ്ബാക്ക് ടൂൾ എന്നാണ് ഇത് പറയുക. അതായത് ഫീഡ്ബാക്ക് ടൂൾ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, അത് പബ്ലിക് ആക്കുന്നതിന് മുമ്പ് തന്നെ ആ വീഡിയോസിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ് ആ വീഡിയോസ്, നന്നായിട്ടുണ്ടോ, അതിന്റെ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും. അതുപോലെ ആ വീഡിയോസിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു AI ടൂൾ. ഇതിനെയാണ് ആസ്ക് സ്റ്റുഡിയോ ഫീഡ്ബാക്ക് ടൂൾ എന്ന് ഉള്ള ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു സംവിധാനവും ഇപ്പൊ യൂട്യൂബിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കൂടാതെ മെയ് മാസത്തിന്റെ ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിലൊക്കെ മറ്റൊരു 1-2 അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ, നിങ്ങളുടെ യൂട്യൂബിൽ കാണുന്ന പ്രൊഡക്റ്റ് ഏത് തന്നെ ആയാലും യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ടാഗ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം എന്നുള്ളത്. ഇത് മുൻകാലങ്ങളിലൊക്കെ ഇത് ഈ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനൊരു നിശ്ചിത സബ്സ്ക്രൈബേഴ്സ്, 10,000 ആണെന്ന് തോന്നുന്നു, 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, മോണിറ്റൈസേഷൻ ഉള്ളവ എല്ലാവർക്കും തന്നെ ഈ ഒരു ഓപ്ഷൻ വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇത്രത്തോളം 15ഓളം അപ്ഡേറ്റുകളാണ് ഈ ഏപ്രിൽ മാസം വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു മാസത്തോളം ഞാൻ വീഡിയോസ് ഇടാതിരുന്നു, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത്തരം അപ്ഡേറ്റുകൾ വന്നു എന്ന് പറയുന്ന ഒരൊറ്റ വീഡിയോസ് ഇട്ടു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, ഈ അപ്ഡേറ്റുകളെല്ലാം ഒന്നിനൊന്ന് കിടിലമാണെങ്കിൽ പോലും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റുകളൊന്നും ഇതിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇവിടുന്ന് ഒരു യൂട്യൂബ് ക്ലാസ് എടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വർഷത്തെ കോഴ്സാണ്, 2026 തീരും വരെ ആ കോഴ്സ് ഉണ്ടാവും. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 മാസമായി. അതിലേക്ക് ചേരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും അതിൽ പറയും. പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ അതിൽ നമുക്ക് ചർച്ച ചെയ്യും. അത്തരം ക്ലാസ്സുകൾ ഉണ്ടാവും. വളരെ ചെറിയൊരു ഫീ ആയിരിക്കും ഇതിന് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു വർഷത്തെ കോഴ്സാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ എന്നെ ബന്ധപ്പെടാം. ഇനി മറ്റൊരു കാര്യം, യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ വർക്കുകളും നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതും വളരെ ഒരു ചെറിയ പേയ്മെന്റോട് കൂടിയാണ് ചെയ്തു കൊടുക്കുന്നത്. അത്തരത്തിൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വർക്കുകളും ആവശ്യമുള്ളവർക്കും ഈ കാണുന്ന നമ്പറിൽ തന്നെ എന്നെ ബന്ധപ്പെടാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.